ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു കാറ് റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ വാഹനം ഓടിച്ച് ആദ്യമായിട്ടൊക്കെ തുടങ്ങുന്നവരെ സംബന്ധിച്ച് നമ്മുടെ വണ്ടി ഒരു 4-വേ ജംഗ്ഷൻ അല്ലെങ്കിൽ തിരക്കേറിയ ഒരു ക്രോസ് റോഡിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന നാൽക്കവല പോലെയുള്ള തിരക്കേറിയ റോഡിലേക്ക് വണ്ടി വരുമ്പോൾ പലർക്കും വണ്ടി ഇത്തരത്തിലുള്ള ക്രോസ് റോഡ് ജംഗ്ഷനിൽ ഇടതോ വലതോ ഒരു ടേൺ എടുക്കുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരും. അത് കൂടുതലും ടെൻഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒപ്പം തന്നെ ടേൺ എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് തിരിച്ചിട്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കാനായിട്ടുള്ള ഒരു താമസം വരും. ബ്രേക്കിൻ്റെ കൺട്രോളിങ് കറക്റ്റ് ആകില്ല, ക്ലച്ചിൻ്റെ കൺട്രോളിങ് കറക്റ്റ് ആകില്ല. ആ ഒരു സമയത്ത് മൊത്തത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഡ്രൈവിങ്ങിൽ വരാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ട് പരിഹരിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ഒരു ഹാഫ് ക്ലച്ച് ട്രിക്ക് ഉണ്ട്. ഈ ഹാഫ് ക്ലച്ച് ട്രിക്ക് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്രോസ് റോഡ് ജംഗ്ഷൻ അല്ലെങ്കിൽ നാൽക്കവലകളിലും തിരക്കേറിയ കവലകളിലും നിങ്ങൾക്കൊരു വണ്ടി ഈസി ആയിട്ട് ടേൺ എടുക്കാനായിട്ട് കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ വാഹനം ദീർഘകാലങ്ങളായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവർ പ്രയോഗിക്കുന്ന ഹാഫ് ക്ലച്ച് ടെക്നിക്കാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്രോസ് റോഡ് ജംഗ്ഷനിലും വണ്ടി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒരു ജംഗ്ഷനിലേക്ക് നമ്മുടെ വണ്ടി പോകാം. എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു, ക്ലച്ച് ഞാൻ ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു 4-വേ റോഡിലേക്ക് നമ്മൾ വരുന്ന ടൈമിൽ ഇപ്പോഴും നമ്മുടെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം. ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കി ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ എൻ്റെ വാഹനം വരുന്നത്. അതുപോലെ തന്നെ നിർബന്ധമായിട്ട് ഒരു ജംഗ്ഷൻ ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കണം. ഇപ്പം ഞാനിത് ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗത്ത് എൻ്റെ വണ്ടി കൊണ്ടുപോയി നിർത്തുന്നു. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ഒരു ജംഗ്ഷനിൽ ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് കയറ്റത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഒരു വാഹനം കണ്ടോ, ഇത് ഇവിടെ നിർത്തി ഇപ്പോൾ എതിരെ ഒരു വണ്ടി കയറി പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തിരക്കുള്ള ഒരു ജംഗ്ഷനിലാണ് വണ്ടി നിൽക്കുന്നത്. ഇവിടുന്ന് ഞാൻ എൻ്റെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്കാണ് ടേൺ എടുക്കുന്നത്. അപ്പോൾ ആ സൈഡിലും ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റമുണ്ട്. അപ്പം ഇവിടെ വണ്ടി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഇവിടെ പ്രയോഗിക്കേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹാഫ് ക്ലച്ചിൻ്റെ, അതായത് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആ ബൈറ്റിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ബാലൻസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ബാലൻസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് നമ്മൾ കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് നമ്മുടെ വാഹനത്തെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടി ബാക്കിലേക്ക് പോകാതെ നിർത്താനായിട്ട് പഠിക്കണം. ഇതുപോലെ നിർത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് നമ്മുടെ വാഹനം ഇതുകൊണ്ട് ഈ ജംഗ്ഷനിലേക്ക് വന്നു. ഈ ജംഗ്ഷനിലേക്ക് വന്നിട്ട് വീണ്ടും നിങ്ങൾ നോക്കിക്കേ, ഞാൻ ബ്രേക്ക് എടുത്ത് ചവിട്ടുകയും ഒപ്പം തന്നെ എൻ്റെ വണ്ടി ഇതേ ഹാഫ് ക്ലച്ചിലും കൂടെയാണ് ഞാനിവിടെ നിർത്തിയേക്കുന്നത്. എന്നിട്ട് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുകയും സ്റ്റിയറിംഗ് ഇതുകൊണ്ട് ഇടത് സൈഡിലേക്ക് തിരിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് എൻ്റെ വണ്ടി ഇങ്ങോട്ട് ടേൺ എടുക്കുന്നു. ടേൺ എടുത്ത് വരുന്നതിനനുസരിച്ച് എൻ്റെ കാലിതുകൊണ്ട് ബ്രേക്കിലേക്ക് വന്ന് ഞാൻ ഇവിടെ വണ്ടിയെ നിർത്തി. നിങ്ങളിൽ പല ആൾക്കാർ ബ്രേക്കിലേക്ക് വരാനായിട്ടുള്ള ഒരു ലാഗ് വരും. വണ്ടി എന്ത് ചെയ്തു, ബ്രേക്ക് വന്ന് ഇവിടെ സ്ലോ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ട് തിരിച്ച് സ്റ്റിയറിംഗ് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു അര റൗണ്ട് ഇങ്ങോട്ട് തിരിക്കുന്നു. വീണ്ടും ഒരു റൗണ്ടും കൂടെ തിരിച്ച് സ്റ്റിയറിങ്ങിനെ നേരെയാക്കിയതിന് ശേഷം ഇപ്പോൾ എൻ്റെ വണ്ടി നിൽക്കുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ബ്രേക്കിലുമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ലേ. എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും വണ്ടി നിർത്തി നമ്മൾ വാഹനത്തെ മുന്നോട്ട് നീക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ടെക്നിക്ക് പല ആൾക്കാർക്കും കൃത്യമായിട്ട് അതിൻ്റെ ഐഡിയ എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഹാഫ് ക്ലച്ചിൻ്റെ ഒരു ട്രിക്കുണ്ട്, ഒപ്പം തന്നെ നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട്. അപ്പം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് ഗിയർ കൊടുക്കും. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ വണ്ടി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇറക്കം കൂടിയ റോഡിലാണ്. ഞാനിത് ഇങ്ങനെ വാഹനം ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് തന്നെ വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ, വണ്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് നമ്മളിവിടെ ബാലൻസ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഇറക്കമാണെങ്കിൽ പോലും ഞാനിത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണ്. ബ്രേക്ക് റിലീസ് ചെയ്ത് പതിയെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞാനിവിടെ ഹാഫ് ക്ലച്ച് ഓൾറെഡി ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇനി നമുക്ക് പെട്ടെന്ന് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കേണ്ട. നിങ്ങൾ ഫുൾ ക്ലച്ചാണ് ബാലൻസ് ചെയ്ത് പിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഹാഫ് ക്ലച്ചിലേക്ക് എത്താനായിട്ടുള്ള ഒരു ലാഗ് വരും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക്
തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ഹാഫ് ക്ലച്ചിലാണ് എൻ്റെ കാലിരിക്കുന്നത്. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തത് വണ്ടി ഇങ്ങോട്ട് ഇതേ ടേൺ എടുത്ത് റോഡിലേക്ക് വരികയാണ്. വരുന്നതിനനുസരിച്ച് വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ടുണ്ട് ബ്രേക്കിലും ഹാഫ് ക്ലച്ചിലും വന്ന് ഞാൻ വണ്ടിയുടെ വേഗത കുറച്ച് സ്റ്റിയറിംഗ് നേരെയാക്കി. ഞാൻ പറഞ്ഞ പോയിന്റ് ഇവിടെ കിട്ടിയോ? അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇവിടെ ബാലൻസ് ചെയ്താലുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മുടെ വാഹനം ഓഫ് ആകാതെ നമുക്ക് ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്ത് വണ്ടി ഒന്ന് നിർത്താനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് വാഹനത്തെ മൂവ് ആക്കാനായിട്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്ത് നമുക്ക് ഒരു ടേൺ എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങനെ വാഹനം ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ഈ ഹാഫ് ക്ലച്ചും ബ്രേക്കും വരാതെ ഫുൾ ക്ലച്ചും ബ്രേക്കും വന്നൂടെ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം. ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഇപ്പം ഞാനിവിടെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വരുന്നു. ഇത് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കുകയാണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരും. ഇതേ ഫുൾ ക്ലച്ചും ബ്രേക്കിലേക്കും വന്ന് നമ്മൾ വണ്ടി ഇവിടെ ചവിട്ടി നിർത്തി. ഓക്കെ, നമുക്ക് ഇത് ഇങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ ഏകദേശം പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത്, അതായത് ആ വൈബ്രേഷൻ പോയിന്റ് അല്ല, അതിനോട് അടുത്ത ഒരു പോയിന്റ് ഞാനിവിടെ ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനെ ചെയ്താലും നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല. അപ്പോൾ സാധാരണ ഒരു ഡ്രൈവർ, ഒരു എക്സ്പേർട്ട് ഡ്രൈവർ എന്ത് ചെയ്യും? ഇങ്ങനെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ബ്രേക്കിലൊന്ന് നിൽക്കും. കാരണം നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്തു പോകാനായിട്ട്. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് ഞാൻ ഇടത് സൈഡിലേക്ക് തിരിച്ചു. ബ്രേക്കിൽ നിന്ന് പതിയെ അയച്ചപ്പോൾ തന്നെ വണ്ടി നീങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ആക്സിലറേഷൻ കൊടുത്ത് ഇവിടെ ടേൺ എടുത്തു. ടേൺ എടുത്ത് വരുന്നതിനനുസരിച്ച് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കി. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് മനസ്സിലായോ? ബ്രേക്കിലേക്ക് വന്ന് സ്ലോ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കി. ആ സെയിം ടൈമിൽ തന്നെ എന്ത് ചെയ്തു? നമ്മൾ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തും. അതായത് ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് ക്ലച്ച് ഒന്ന് താഴോട്ട് താഴ്ത്തി കൊടുക്കും. പൂർണ്ണമായിട്ടോ താഴ്ത്തത്തില്ല, ഒരു ഹാഫ് ക്ലച്ച് പോയിന്റിൻ്റെ ഒരു പൊടിക്കും കൂടെ താഴ്ത്തി കൊടുക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകത്തുമില്ല. ഹാഫ് ക്ലച്ചും ബ്രേക്കിലും വണ്ടി നിൽക്കും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിയറിംഗ് നേരെയാക്കി കഴിഞ്ഞാൽ ക്ലച്ച് അയച്ച് വീണ്ടും നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നീക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മൾ ടേൺ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വാഹനം ഒരു ജംഗ്ഷനിൽ ടേൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത കൂടത്തില്ല. ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുക, ബ്രേക്കിലേക്ക് വരിക. അപ്പോൾ നമുക്ക് വണ്ടിയെ സ്ലോ ചെയ്ത് നിർത്താനായിട്ട് കഴിയും. ഇനി നിങ്ങളെ വലത് സൈഡിലേക്കുള്ള മറ്റൊരു ടേൺ ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതായത് ഒരു ഇറക്കം കൂടിയ റോഡാണ്. വലത് സൈഡിലേക്കുള്ള ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വരികയാണ്. ഞാനിത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുകയാണ്. നിങ്ങൾ നോക്കുക, ഒരു ക്രോസ് റോഡ് 4 കൂടിയ ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു. എൻ്റെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നിൽക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്തുകൊണ്ട് ഈ ടേൺ നമുക്ക് എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ചെയ്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നമ്മൾ ഏകദേശം അടുത്ത പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഹാഫ് ക്ലച്ച് പ്രോപ്പർ പോയിന്റ് അല്ല, ഏകദേശം അടുത്ത പോയിന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാല് നമ്മൾ റിലീസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങി വരുന്നു. ഇറക്കം കൂടിയ ഒരു റോഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കാലുണ്ട് ബ്രേക്കിലുണ്ട്. എന്നാൽ ബ്രേക്ക് അയച്ചാണ് ഞാൻ റിലീസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് സ്റ്റിയറിംഗ് ഇങ്ങോട്ട് നേരെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു വരുന്നു. ഒപ്പം തന്നെ ബ്രേക്ക് ചവിട്ടി പിടിച്ചോണ്ട് ഇതേ ഹാഫ് ക്ലച്ച് പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കുന്നു. കണ്ടോ? അപ്പം നമ്മളിവിടെ ബ്രേക്കിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്, ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്, സ്റ്റിയറിങ്ങിനെയും ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ടേൺ എടുത്ത് വരിക. എന്നിട്ട് പതിയെ ബ്രേക്ക് അയച്ചു വരുന്നു. എന്നിട്ട് നമുക്ക് വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇതേ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് ഇതുപോലെ എടുത്തു വരാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാലൻസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. സ്റ്റിയറിംഗ് നമ്മൾ ബാലൻസ് ആക്കുന്നുണ്ടോ, ഒപ്പം തന്നെ ഈ ഹാഫ് ക്ലച്ചിൻ്റെ ഒരു ബാലൻസിങ് അവിടെ ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ നമ്മൾ ബ്രേക്കിനെയും ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരേ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ ടേൺ എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.